ഈ സമയത്തൊക്കെ ഇങ്ങനെ തൈമാവുകൾ തളിർക്കുന്ന സമയമാണ്. ഇപ്പം ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പ് വന്നു. ഇപ്പം ഇത് ഇപ്പോൾ വരുന്നേ ഉള്ളൂ, കണ്ട അത് ചെറുത് വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യത്തെ ട്രിപ്പിൽ പരീക്ഷിച്ചപ്പോൾ അത് വിജയിച്ചു. അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. അതായത് ഇപ്പം ഇങ്ങനെ തളിരുകൾ വരുമ്പോൾ ഇതിനെ തിന്നാനായിട്ട് ഫംഗൽസോ അല്ലെങ്കിൽ വീടുകൾ, കളകൾ, പ്രാണികളൊക്കെ വരും. നമ്മൾ കാണില്ലേ പ്രാണികളെന്നെ, പക്ഷെ അവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് നന്നായി അറിയുന്നത് കൊണ്ട് അവർ ഇതിൻ്റെ കൂമ്പലാകുമ്പോഴേക്കും വരും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സമയത്ത് ഇതിൻ്റെ കട ഞാൻ ഇളക്കി കഴിഞ്ഞതാണ്. കട നന്നായിട്ട് വൃത്തിയാക്കണം. പുല്ലുകളൊക്കെ കടക്കിലുള്ളത് കളഞ്ഞിട്ട് മണ്ണ് നന്നായി ഇളക്കിയിട്ട് വെണ്ണീറാണ് ഇതിട്ടാണ്, കണ്ടോ, വെണ്ണീറിട്ടിട്ട് നന്നായി ഇളക്കുക. അപ്പം എന്തിനാന്ന് വെച്ചാൽ ഈ കടക്കിലൊക്കെ ഈ കീടങ്ങളുടെ മുട്ടകൾ ഉണ്ടാവും. അവർ ആ സീസൺ കഴിഞ്ഞാൽ അവരിവിടെ വന്ന് മുട്ടയിട്ട് ഇതിലിരിക്കും. ഈ തളിര് വരുമ്പോൾ അവരത് കയറിയിട്ട് മുട്ടകൾ വിരിഞ്ഞ് കയറിയിട്ട് പ്രാണികൾ വന്ന് കടിക്കും. അല്ലെങ്കിൽ ഉണക്കരോഗം അങ്ങനെയൊക്കെ വരും. അപ്പം നമുക്കിപ്പോൾ വേപ്പെണ്ണ കയ്യിലില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളിത് കാണുമ്പോൾ ചെയ്യാൻ ഒരു റെമഡി നമ്മുടെ കയ്യിലില്ലെങ്കിൽ, സാഫോ അല്ലെങ്കിൽ അങ്ങനെ ഫംഗിസൈഡൊന്നും അടിക്കാനില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഈ വെണ്ണീർ എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കാം. ഉണ്ട്. അപ്പോൾ വെണ്ണീർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ഇട്ടതാണ്, കണ്ട അങ്ങനെ തൂവി കഴിഞ്ഞാൽ ഇതിനെ പെട്ടെന്ന് നമുക്ക് തടയാൻ പറ്റും. പിന്നെ നിങ്ങൾ സാവകാശം പോലെ ചെയ്താലും മതി. പക്ഷെ ഞാനിത് ഒരു പ്രാവശ്യം ഞാൻ ചെയ്തതാണ്. ഇത് ഇപ്പം ഇത്ര വലുതായില്ലേ, ചെയ്തപ്പോൾ ഇപ്പം ഇതുവരെ ഒന്നും കീടങ്ങൾ വന്നിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ എന്തെങ്കിലും പച്ച പുല്ലുകളൊക്കെ വലിച്ചിട്ടേ പൊതയിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ശീമക്കൊന്ന് വെട്ടിയപ്പോൾ അതിങ്ങനെ പൊതയിട്ടിട്ട് ഇനി നന്നായി നനയ്ക്കണം കേട്ടോ. ഞാൻ നനച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് നനയ്ക്കാത്തത്. ഇങ്ങനെ പൊതയിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ കടക്കിന്ന് ഒന്ന് ഒഴിവാക്കുക. കാരണം കട വെയിൽ കൊണ്ട് കുഴപ്പമില്ല, കാരണം വേരിന്മയ്ക്കാണ് നമ്മൾ ഈ പൊത അങ്ങനെ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ തൈമാവുകളതിനൊക്കെ കീടങ്ങളിൽ നിന്ന് വെയിലിൽ നിന്നൊക്കെ കുറേ സംരക്ഷിക്കാനായിട്ട് പറ്റും. ഇത് ചന്ദ്രകാരൻ എന്ന് പറഞ്ഞാൽ മണ്ണുത്തിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചൊരു തൈയാണ്. എനിക്ക് ചന്ദ്രകാരൻ എന്ന് പറയണത് ഇത് മറ്റേ കടുമാങ്ങ അതിൻ്റെയാണെന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അറിയില്ല, 2 കൊല്ലമായി വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയാണ്, 2 ആയിട്ടില്ല കേട്ടോ, 1.5 കൊല്ലം ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കേ.